ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3-4 വർഷം കൊണ്ട് കൊറോണയ്ക്ക് ശേഷം കുറേ സ്റ്റുഡൻസ് ആയാലും കെയർ ഹോമിലേക്കായാലും കുറേ നേഴ്സുമാരായാലും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഒഴുക്കായിരുന്നു. യു കെയിലോട്ടായാലും അയർലൻഡിലോട്ടായാലും കാനഡയിലോട്ടായാലും ഒരു 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 ബറ്റാലിയൻ ആൾക്കാർ അല്ലെങ്കിൽ കുറേ ഏജൻസികൾ ഈ സ്റ്റുഡൻസിനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ വന്നവരനുസരിച്ചായാലും എങ്ങനെയൊക്കെ ആയാലും കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നു. അതുപോലെ ഇപ്പം ഒരു 6 മാസത്തിനകം ഇപ്പം ഓൾറെഡി പോയി തുടങ്ങി. ഒരു 6 മന്തിനകം ഇതുപോലെ ഒഴുക്ക് യു കെയിൽ നിന്നും നാട്ടിലേക്ക് ഉണ്ടാവാൻ പോവാണ്. കാരണം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വിസയിൽ വന്നവരെയാണ് ഞാൻ ആദ്യം പറയുന്നത്. സ്റ്റുഡൻസ് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർ 6 മന്ത് കോഴ്സ് എടുത്ത് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതെങ്കിലുമൊക്കെ കോളേജിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്ത് ഇവിടെ വന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു രീതിയിൽ വന്നിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് അവരായിട്ട് ചൂസ് ചെയ്തെടുത്ത ഒരു കോഴ്സൊന്നും ആയിരിക്കത്തില്ല. ആ ഏജൻസിക്കാർ പറയുന്നു 3-4 സ്ഥലങ്ങളിൽ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ബിസിനസ്സിന്റെ പുറത്ത് കയറി വന്ന കുറേ പാവപ്പെട്ട സ്റ്റുഡൻസുകൾ വന്നു. അവരെല്ലാം ഇപ്പം തീർച്ചയായിട്ടും ഒരു 60% ആൾക്കാരും നാട്ടിലേക്ക് വരും. ഇപ്പം എനിക്കറിയാം ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം. ഇപ്പോൾ ഓൾറെഡി കുറച്ച് പേരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പേര്, ഞാൻ അറിയുന്ന കുറച്ച് പേരൊക്കെ പോയി ഓൾറെഡി. അവർ നിർത്തിപ്പോയിട്ടുണ്ട്. വിസ കിട്ടാതെ പോയ കുറച്ച് പേരൊക്കെ എനിക്കറിയാം. അവർ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. നിലവിലുള്ള കാര്യങ്ങൾ ഏജൻസിക്കാർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ആ ഒരു രീതിയിൽ ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഓരോ വർഷം മുന്നോട്ട് പോകും തോറും നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. കാരണം വിസ ആരും കൊടുക്കുന്നില്ല. സ്പോൺസർഷിപ്പ് കൊടുത്തെങ്കിൽ മാത്രമല്ലേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെയാണ് ഇങ്ങനെ തിരിച്ച് ഒന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തിരിച്ചു പോകാം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോഴ്സിന് വന്ന കുറെ ആൾക്കാരുണ്ട്. അത് മെഡിസിന്റെ ഫീൽഡിലായാലും മെഡിസിനെ സംബന്ധിച്ച് ബാധിക്കുന്ന ഫീൽഡിലായാലും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ കോഴ്സുകളുണ്ടല്ലോ. അല്ലെങ്കിൽ നല്ല ഹയർ സ്റ്റഡിയിലേക്ക് പോകുന്ന കോഴ്സുകളുണ്ടല്ലോ. ഇതൊക്കെ ഉള്ളവർക്ക് പിന്നെ ഒരു കുറെ ആൾക്കാർക്കൊക്കെ ബസ് കിട്ടുമായിരിക്കാം. എന്നാൽ പക്ഷേ ഈ പറയുന്ന 6 മന്ത് കോഴ്സ്, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ കോളേജിലേക്ക് വന്ന കുറെ പിള്ളേരൊന്നും കോളേജ് കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെയുള്ള പിള്ളേർ ഇവിടെ വന്ന ഉടനെ തന്നെ ജോലിക്ക് പോയവരും അങ്ങനെ കുറെ കാര്യങ്ങളുള്ളവരൊക്കെ ഉണ്ട്. ഇവരെല്ലാം തീർച്ചയായിട്ടും നാട്ടിലേക്ക് ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാവും. അപ്പം എന്താ പറയുക, ഇനിയിപ്പം വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ PR കിട്ടുമെന്നും പറഞ്ഞു, ഇവിടെ നല്ല ജോലി കിട്ടുമെന്നും പറഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് കയറി വരരുത്. നിലവിലുള്ളവർക്ക് തന്നെ ഇനിയുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഹയർ സ്റ്റഡീസ് എടുക്കുക. അപ്പൊ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നൊക്കെ രീതിയിലുള്ള ഒരു ഹയർ സ്റ്റഡി എടുക്കുകയോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടണം. ആ ഒരു രീതിയിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്തവരെല്ലാം പോകേണ്ടി വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് മാത്രമല്ല, കെയർ ഹോമിലേക്ക് കുറെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് കെയർ ഹോമുകാർ പറ്റിപ്പായിട്ട് വന്ന് കുറെ ആൾക്കാർ കിടക്കുന്നുണ്ട്. ഇവരുള്ളവരും ഈ പറയുന്ന ഈ വിസ തീർന്ന് അല്ലെങ്കിൽ കുറച്ചിത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് കയറി വിസ പുതുക്കാതെ കുറെ കെയർ ഹോമിൽ വന്ന ആൾക്കാരും ഇവിടുന്ന് കയറിക്കൊണ്ടിരുന്നു. നല്ല കെയർ ഹോമുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ചില കെയർ ഹോമിലേക്ക് മലയാളികൾ കുറെ പേരെ പറ്റിച്ചുണ്ട്. അപ്പൊ അവരെല്ലാം ഇങ്ങനെ പോകും. പിന്നെ ഇനി ഒരു കാര്യം, ഇവിടെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വിസ ഉണ്ടെന്നും പറഞ്ഞിട്ട് നല്ല പൈസ മേടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ നമ്മളിപ്പം എങ്ങനെങ്കിലും എത്ര കൊടുത്താലും വേണ്ടിയില്ല, ഇവിടെ ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആൾക്കാരല്ല. അപ്പം നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. നിങ്ങൾക്ക് വിസ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾ ആ പൈസ കൊടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ നഷ്ടപ്പെടും, വഞ്ചിതരാവും. ഓൾറെഡി ഈ പറയുന്നത് പോലെ 3 വർഷത്തേക്ക് വന്ന് കുറച്ച് മിക്കവാറുള്ളവർക്ക് കടമൊക്കെ തീർന്ന് കാണുമായിരിക്കും തോന്നുന്നു. കടം തീർന്നവർ കാണും, കടം തീരാത്തവർ കാണും. എന്നാലും ഫാമിലി ആയിട്ടൊക്കെ വന്നവരൊക്കെ എങ്ങനെയൊക്കെ കടം തീർത്തിട്ടുണ്ടാവും. ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യം സ്റ്റുഡൻസ് ആയിട്ട് വന്ന എങ്ങനെയൊക്കെയോ പിടിച്ച് ജീവിച്ച് നിന്ന് പോയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സ്കിൽഡ് വർക്കേഴ്സിന്റെ കാര്യം പോലും വളരെ കഷ്ടത്തിലാണ്. ആ സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഒരു ഇമോഷണൽ ഇത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇനിയുള്ള സ്റ്റുഡൻസ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ കൂടി ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോ? കാരണം എല്ലാവരും പ്രശ്നമായിട്ടിരിക്കുന്നു, നിയമങ്ങൾ ഒരുപാട് വരാനിരിക്കുന്നു. നമ്മൾ ഈ സൊസൈറ്റിയിൽ എത്രമാത്രം കോൺട്രിബ്യൂഷൻ കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുക എന്ന് വരെ അവർ ചിന്തിച്ചു തുടങ്ങി. കാരണം നമ്മൾ ഈ ബിസി ലൈഫിൽ അവർ ഏത് രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വരേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും ഇനിയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൺട്രിയിൽ വന്നിട്ട് അതൊരു നിലനിൽപ്പ് സാധ്യമാകുമോ എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാൽ തന്നെയും അടുത്ത മാസങ്ങളിലായിട്ട് ഒരുപാട് തിരിച്ചുപോക്ക്, മാസങ്ങളിൽ ഒരു 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് തിരിച്ചുപോക്ക് എന്തായാലും ഉണ്ടാകും.
ഉറപ്പാണ്. അതിനകത്തൊക്കെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഈ പറയുന്ന സ്കിൽഡ് വർക്കേഴ്സിനുള്ളവർക്ക് എത്ര വർഷം നിൽക്കാൻ പറ്റുന്നൊന്നും അതെ, ഉറപ്പൊന്നുമില്ല. എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെയുള്ള അത് അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് നടക്കാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് ഇടുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.